തൃശൂർ DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മടങ്ങിയെത്താൻ രാഷ്ട്രീയ നീക്കവുമായി ജോസ് വള്ളൂർ. നേതൃത്വത്തിന് മുന്നിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ ഫോർമുല വെച്ചു. തന്നെ തിരികെ DC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എടുക്കണം, അത് കഴിഞ്ഞ് പുനഃസംഘടനാ വേളയിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇതാണ് ജോസ് വള്ളൂരിൻ്റെ പുതിയ ഫോർമുല. എന്നാൽ ഈ ഫോർമുല AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തള്ളിക്കളഞ്ഞുവെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും തത്സമയം. സൂരജ്, ഈ വള്ളൂരിനെ ഏത് സാഹചര്യത്തിലാണ് DC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയത്? ഇപ്പോൾ തിരിച്ചു വരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം എന്താണ്? SKN കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ K മുരളീധരന് വലിയ തോൽവിയാണ് തൃശ്ശൂരിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇതിനുശേഷം തൃശ്ശൂരിലെ DCC വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം, കയ്യാങ്കളിയിലേക്ക് ഉൾപ്പെടെ DCCയിൽ കയ്യാങ്കളി നടക്കുന്ന അടക്കമുള്ള സംഭവങ്ങൾ അരങ്ങേറിയതാണ്. ഇതിന് പിന്നാലെയാണ് DCC പ്രസിഡന്റായിരുന്ന ജോസ് വള്ളൂരിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കിക്കൊണ്ട് ഒരു ഉത്തരവ് KPCCയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പിന്നീട് ഈ സംഭവത്തെക്കുറിച്ച്, അത് തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി പ്രത്യേക അന്വേഷണ സമിതി അടക്കം KPCC നിയോഗിച്ചിരുന്നു. അതിലും ഗുരുതരമായ കണ്ടെത്തലുകളായിരുന്നു ഈ DCC പ്രസിഡന്റ് അടക്കം പ്രവർത്തനത്തിൽ കണ്ടെത്തിയത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇതുവരെയും ഈ പുറത്താക്കിയ ജോസ് വള്ളൂരിനെ തിരിച്ചെടുക്കുന്ന ഒരു നടപടിയിലേക്ക്, അതായത് DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചെടുക്കുന്നതിലേക്ക് ഒരു നടപടിയിലേക്ക് നേതൃത്വം ഇതുവരെയും കടക്കാതിരുന്നത്. ഈ സാഹചര്യത്തിൽ പകരം പുതിയൊരാളെ കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് KPCC നേതൃത്വം നടത്തിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു ഫോർമുലയുമായി ജോസ് വള്ളൂർ രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മാസം 7-ാം തീയതി ആലപ്പുഴയിൽ KC വേണുഗോപാലിന്റെ വസതിയിലെത്തി TN പ്രതാപൻ, അതുപോലെ തന്നെ ജോസ് വള്ളൂർ, MP വിൻസെന്റ് എന്നിങ്ങനെ 3 നേതാക്കൾ KC വേണുഗോപാലിനെ നേരിൽ കണ്ട് ഈ ഫോർമുല അവതരിപ്പിച്ചു. തന്നെ ഈ DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മടക്കി കൊണ്ടുവന്നില്ലെങ്കിൽ അത് തന്റെ പൊളിറ്റിക്കൽ കരിയറിന് ബാധിക്കും എന്നുള്ളതാണ് ജോസ് വള്ളൂർ പറയുന്നത്. പകരം പുനഃസംഘടനാ വേളയിൽ തന്നെ ഒഴിവാക്കാം എന്ന ഫോർമുല ഈ ജോസ് വള്ളൂർ മുന്നോട്ട് വെച്ചു. പക്ഷേ അത് തീർത്തും KC വേണുഗോപാൽ തള്ളി എന്ന് മാത്രമാണ്. ഇന്നലെ ഈ തൃശ്ശൂരിലെത്തിയ KC വേണുഗോപാലുമായി വീണ്ടും ഈ ഫോർമുല അവതരിപ്പിച്ചു. ആ സമയത്തും KC വേണുഗോപാൽ ഈ ഫോർമുല തള്ളി എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പക്ഷേ KPCC പ്രസിഡന്റ് ആകട്ടെ ജോസ് വള്ളൂർ തന്നെ DCC പ്രസിഡന്റായി വരട്ടെ എന്നൊരു സമീപനം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് നമുക്ക് കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ജോസ് വള്ളൂർ മടങ്ങിയെത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷ വെക്കുന്നു. പക്ഷേ ദേശീയ നേതൃത്വമാകട്ടെ ഇവിടെ തക്കതായ ഒരു അച്ചടക്ക നടപടി വേണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ അന്വേഷണ സമിതി അടക്കം കണ്ടെത്തിയിരിക്കുന്ന 6 വർഷത്തേക്ക് ഇവരെ ഒരു സ്ഥാനങ്ങളിലേക്ക് മടക്കി കൊണ്ടുവരരുത് എന്നുള്ളതാണ് ഈ സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും KC വേണുഗോപാൽ ഈ ഫോർമുല അംഗീകരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്.